ഈ വർഗീയത എന്നത് തീർച്ചയായിട്ടും CPIM ഏതോ ഒരു വർഷത്തെ എലക്ഷൻ തന്ത്രമായിട്ട് ഉപയോഗിച്ച ഒരു വാക്കാണ് BJPക്ക് ഇട്ടൊന്ന് കൊട്ടാൻ വേണ്ടിയിട്ട്. പൊളിയാൻ പോകുന്നത് വർഷങ്ങളായിട്ട് BJPക്ക് മുദ്ര കൽപ്പിച്ചു കൊടുത്തൊരു ടാഗാണ്. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനാക്കി ഒരു സ്ലേവറി നടത്തുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയും. യുവാക്കൾ അറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ് പൊളിറ്റിക്സ് ഈസ് എ പ്രൊഫഷൻ, മണി റിലേറ്റഡ്, പവർ റിലേറ്റഡ്. സോ പ്ലീസ് കം ഫോർവേഡ്. ഇലക്ഷനിൽ കേരളത്തിൽ ക്ലച്ച് പിടിക്കുന്നു മാത്രമല്ല, ആൻഡ് ദിസ് ഈസ് മൈ വേർഡ്, 140 മണ്ഡലങ്ങളും ഇനി BJPക്കൊപ്പമായിരിക്കും. ഷാഫി പറമ്പിലിൻ്റെ കണക്കുകൂട്ടലുകൾ ഈ വാക്കുകളിൽ നമുക്കത് പിടിക്കണം, ഇവിടെ നമുക്കിത് തൂക്കണം എന്നൊക്കെ പറയണമല്ലാതെ പ്രവൃത്തിയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ നമ്മൾ BJP വരുന്നതും ആ പ്രവൃത്തി എന്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാമറ ഐ എം സീയിങ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചേച്ചി. കാരണം കേരള രാഷ്ട്രീയത്തിൽ യുവാക്കളാണെന്ന് പറയുന്ന ആൾക്കാർ ദേ ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഗോൾഡൻ ജൂബിലി. ഒരുപക്ഷെ ഇന്ത്യയുടെ AI റേസിൽ പാലക്കാട് വിൽ ലീഡ് ഇന്ത്യാസ് AI റേസ്. അതെനിക്ക് ഉറപ്പാണ് ആൻഡ് 101% ഗ്യാരണ്ടി. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് ചേച്ചി, എനിക്ക് പേടിയില്ല ആൻഡ് ഐ എം എ ഗോ ഗെറ്റർ. ഹായ്, നമസ്കാരം. നമസ്കാരം ചേച്ചി. അമേലിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇന്റർവ്യൂസ് ഒക്കെ ഇവിടെ അങ്ങ് കൊടുത്തിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഏകദേശം 2-2.5 വർഷം. അതായത് എഞ്ചിനീയറിംഗിൽ, ബയോടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ്, പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ എന്താ പറയാ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്യുക, അതും ഇല്ലെങ്കിൽ അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നാൽ ലൈഫിൽ ഇപ്പൊ പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ളൊരു പ്ലാന് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇതിനപ്പുറം എനിക്ക് തോന്നുന്നു അമേലിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നാണ് അമേലി. ചേച്ചി ആക്ച്വലി ഞാൻ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു ഹാപ്പി മൊമെൻറ്റിലാണ്. ബിക്കോസ് ഈവൻ തോ ഞാനൊരു എൻ്റെ കോർപ്പറേറ്റ് ലൈഫ് അത് HP എന്നാണ് ഞാൻ യങ് റിട്ടയർമെൻറ്റ് എടുത്തത്. സോ അറ്റ് മൈ ഏജ് ഓഫ് 28. സോ ആൻഡ് ലൈക്ക് ഞാനൊരു AI ബിസിനസ്, ബിക്കോസ് ഞാൻ ഈ ടൈമിൽ തന്നെ ഞാൻ ഒത്തിരി AIനെ കുറിച്ച് പഠിക്കാനും ഈ ജോലിയുടെ ഒപ്പം തന്നെ, കാരണം ഞാൻ ബാംഗ്ലൂരാണ്, ഐ എം ജസ്റ്റ് ഡൂയിങ് എ സിംഗിൾ ലൈഫ്. സോ അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ ഐ വിൽ റിസർച്ച് അബൌട്ട് ദ തിങ്സ് AI, കാരണം അതൊരു ഇൻ്റലിജൻസ് ആണല്ലോ, ഒരു വേറൊരു ബുദ്ധിയാണല്ലോ. തീർച്ചയായും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ഒരു പക്ഷേ ഐ വാസ് തിങ്കിങ് ലൈക്ക് ഐ മീൻ ലവ് വിത്ത് AI. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു January 20 തന്നെ എൻ്റെ അവസാന ദിവസമായിരുന്നു HP-യിൽ. ആൻഡ് 3+ years, എൻ്റെ ഒരു 5+ years കോർപ്പറേറ്റ് ലൈഫിൽ 3+ yearsഉം ഞാൻ HP-യിൽ തന്നെ ആയിരുന്നു. സോ ആൻഡ് എനിക്ക് തോന്നി ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു കം ബാക്ക് ടു കേരള. So and especially to come back to പാലക്കാട്. എന്തൊക്കെയോ മനസ്സിൽ കാണുന്നുണ്ട്. തീർച്ചയായും കുറച്ചധികം. അല്ല അമേലി, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്റർവ്യൂ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഫാമിലി ആയിട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഉണ്ട് ഒരു ട്രാൻസ് വുമൺ എന്ന വ്യക്തിക്ക് ഈ സൊസൈറ്റിയിൽ നേരിടാവുന്ന എല്ലാ ഇതും നേരിടാറുണ്ട്. പക്ഷെ അതിനെ ഫോക്കസ് ചെയ്ത് മുഴുവൻ എൻ്റെ എഡ്യൂക്കേഷൻ, കരിയർ, പിന്നെ പ്രൗഡ് ട്രാൻസ് വുമൺ എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ എല്ലാ ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കുമ്പോഴും ഇതാണ് പറയുന്നത്. ചേച്ചി എപ്പോഴും പറയും, ചേച്ചി എനിക്ക് കഷ്ടപ്പാടൊന്നും പറയാൻ ഒട്ടും താല്പര്യമില്ല, ഐ വാണ്ട് ടു ടെൽ ഇതാണെന്ന്. അതായത് നമ്മൾ ഒരിടത്തുനിന്ന് വന്നാൽ നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടെ ഞാൻ ഇതാണെന്ന് പറയുന്നതെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ചെയ്തിട്ടുണ്ട് അമേല്. ഈ യാത്രയിലുടനീളം ഇപ്പം ലാസ്റ്റ് വന്ന റിസൈൻ വരെയും എങ്ങനെയായിരുന്നു ഒരു പോക്ക്? അതായത് ഈ ലാസ്റ്റ് ഇപ്പം നമ്മൾ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കാം, പക്ഷെ അതിലപ്പുറം നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ചേച്ചി, എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് എ സ്ട്രഗിൾ ഓർ സംതിങ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ കുടുംബ സാഹചര്യം എൻ്റെ ഒരു വളരെ സാധാരണ കുടുംബ സാഹചര്യമാണ്. അപ്പോൾ എപ്പോഴും വിചാരിച്ചാൽ ഞാനൊരു കുടുംബ സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന ഒരു സോക്കോൾ പെൺകുട്ടിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എപ്പോഴോ കല്യാണം കഴിച്ചൊക്കെ പോയി, പക്ഷേ അത് അതിൻ്റെ വിദ്യാഭ്യാസത്തിനെ ബാധിച്ചേനെ. പക്ഷേ ട്രാൻസ് വുമണിനോട് കിട്ടുമ്പോൾ ഉള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് മനുഷ്യൻ എന്ന രീതിയിലാണെങ്കിലും അത് എൻ്റെ കരിയർ എന്ന രീതിയിലാണെങ്കിലും എനിക്കിഷ്ടമാണ് ഡാൻസൊക്കെ ചെയ്യാൻ. അപ്പോൾ എല്ലാത്തിനുമുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് അമേലി ഒരു ഇന്റർവ്യൂവിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വീട്ടിലൊരു പെൺകുട്ടിയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പാത്രം കഴുകേണ്ടി വന്നേ. എനിക്ക് ഈ ഒരു ട്രാൻസ് വുമൺ ആയതുകൊണ്ട്
ഐ ക്യാൻ ഹാൻഡിൽ വിത്ത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അതിൽ ജെൻഡർ വ്യത്യാസമില്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. മാത്രമല്ല ലേൺ ചെയ്യാൻ പഠിച്ചു, ഇത്ര എഡ്യൂക്കേഷൻ സാധിച്ചു. അതൊരു പക്ഷേ എന്താ പറയുന്നത്, ഒരു ട്രാൻസ് വുമൺ ആയതുകൊണ്ടാവാം എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇത് പാത്രം കഴുകേണ്ടി വന്നിച്ച് ഞാൻ ഡു എൻജോയ് എവറി വർക്ക്. ആക്ച്വലി എനിക്ക് അതിലൊരു കാര്യം പറയാനുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് ഞാൻ എല്ലാ ജോലിയും അതിൻ്റെതായ രീതിയിൽ ബഹുമാനത്തോടെ എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കാരണം ഞാൻ ഈ കുറച്ച് ഇൻ്റർവ്യൂ കൊടുത്തു 2-3 വർഷം മുമ്പ്. അപ്പോൾ അതിൻ്റെ എൻ്റെ മെച്യൂരിറ്റി ലെവലും അത്ര ആയിരിക്കുമല്ലോ. ആക്ച്വലി എൻ്റെ അമ്മ ഞങ്ങളൊക്കെ നോക്കിയത് ഒരു വീട്ടു ജോലിക്ക് പോയിട്ടാണ്. പക്ഷേ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. എൻ്റെ അമ്മ അബൌട്ട് 9 years ആയിട്ട് ഒരു കമ്പനിയിൽ, അതായത് നമ്മുടെ GBM സോൾഡാറ്റ് എന്നുള്ളൊരു കമ്പനിയിൽ അമ്മ, നമ്മളിപ്പോൾ പറയില്ല, നമ്മളിപ്പോഴത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ചെയ്യുന്ന അന്നത്തെ കുറേ അസംബ്ലിങ്ങും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമ്പനി മലമ്പുഴയിലോട്ട് മാറി. ശരി, അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 പിള്ളേരെയും ഇട്ടിട്ട് അമ്മയ്ക്ക് പോകാൻ സാധിക്കില്ല. സോ അമ്മയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് 2 കൂട്ടുകാരികളുണ്ട്. ഒപ്പം തന്നെ അമ്മയ്ക്ക് 3ാമതായിട്ടും V-Guardൽ ഓഫർ കിട്ടി. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറേ ബസ്സോ അങ്ങനെ ഒന്നുമില്ല കാക്കനാട്. അപ്പം അമ്മ അത് ഉപേക്ഷിച്ചിട്ടാണ് അമ്മ വീട്ടു ജോലി, പിന്നെ അമ്മയ്ക്ക് അറിയുന്നത് ഫുഡ് ഉണ്ടാക്കാനാണ്. അങ്ങനെയാണ് അമ്മ ഫുഡ് ഉണ്ടാക്കൽ വേറെ വീടുകളിലൊക്കെ പോയത്. ആൻഡ് അമ്മ ഈസ് ദ പേഴ്സൺ, ശരിക്കും ഞാൻ പറയാണ്, ആളാണ് എനിക്ക് പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിച്ചു തന്നത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നത്. ആൻഡ് ഓൾസോ ഇപ്പോൾ ഷീ ഈസ് വർക്കിംഗ് ആസ് ഒരു കഫേ മാനേജറായിട്ട് അമ്മ ഒരു അക്കാദമിയുടെ ഒരു ഇതിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, കേരളത്തിലേക്ക് വരിക, കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, പറഞ്ഞ പോലെ തന്നെ യങ് റിട്ടയർമെൻറ്റ് എടുക്കുക, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും, ഇപ്പം ഞാൻ പറയാം ട്രാൻസ്ജെൻഡർ, ഇപ്പോൾ പറയാറുണ്ട്, ഒരു ടാഗ് ലൈനായിട്ട് പറയാറുണ്ട്, കേരളം ഒരു ട്രാൻസ്ജെൻഡർ സൗഹൃദമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അപ്പോഴും നിരവധി ആളുകൾ ഇന്നും ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ തന്നെ അതായത് ആസ് എ സെലിബ്രിറ്റീസ് ഉണ്ടാവാം, അതിനപ്പുറം ഭയങ്കര എഡ്യൂക്കേഷൻ ഉള്ളവരുണ്ടാവാം. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത മാർജിനലൈസ് ആയിട്ടുള്ള കുറേ മനുഷ്യരുണ്ടാവും. അവർക്ക് ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും ഈ പറയുന്ന പുള്ള് കിട്ടാറില്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ. അപ്പം ഇവർക്കൊക്കെയും ഒരു കൈത്താങ് എന്ന നിലയിലേക്കാണോ ഈ കേരളത്തിലേക്കുള്ള വരവ്? ചേച്ചി, ഒരിക്കലും ഞാൻ ആർക്കും കൈത്താങ്ങല്ല. പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ടാലൻറ്റും ക്രിയേറ്റിവിറ്റിയും സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഞാൻ താങ്ങിയിട്ട് വേണം, അതിപ്പോൾ ട്രാൻസ് ആണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടിയാണെങ്കിലും ജീവിക്കാൻ. അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി സ്ട്രോങ് ആണ്. എനിക്കൊരു പക്ഷേ ഗൈഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെ സാഹചര്യങ്ങളാണ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി ഞാൻ കുറേ നാൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടും ഇപ്പോൾ AI-യുടെ കുറച്ച് എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ടൊക്കെ ചുറ്റും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഐ ജസ്റ്റ് വോണ്ട് ടു കണക്ട് ദം. അതായത് ഇപ്പോൾ ഒരു ട്രാൻസ് വുമൺ എൻ്റെ അടുത്ത് വന്ന് പറയാം, ചേച്ചി എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പൈസ കൊണ്ടാണെങ്കിൽ എനിക്ക് 1-2 പ്രാവശ്യം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതൊരു ലൈഫ് ലോങ് ഹെൽപ്പ് ആയിരിക്കും. സോ ബേസിക്കലി ഐ ആം കോൺസെൻട്രേറ്റിംഗ് ഓൺ, അതായത് എല്ലാവരുടെയും നമ്മുടെ കേരളത്തിൽ, എസ്പെഷ്യലി എൻ്റെ ബിസിനസ് വരാൻ പോകുന്ന പാലക്കാട്. ചേച്ചി ഇപ്പോഴും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ഞാൻ പാലക്കാടേക്ക് എൻ്റെ AI ബിസിനസ്സായിട്ട് വന്നത്. പക്ഷേ അതൊരു രാഷ്ട്രീയമല്ല, അത് മറിച്ച് എൻ്റെ ഇഷ്ടമാണ്. അത് ഞാൻ പറയാം ചേച്ചി ചോദിക്കുമ്പോൾ. തീർച്ചയായും ഞാൻ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചു, ഞാൻ പാലക്കാട്ടേക്കാണ് എൻ്റെ ബിസിനസ് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ചേച്ചി അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഒരു പക്ഷേ ട്രാൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്നുകൊണ്ട് തന്നെ അവരുടെ മെൻ്റൽ ഒരു ഇമോഷണൽ പവർ അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ പവർ വിൽ ബി സോ സ്ട്രോങ്. അപ്പോൾ ഒരു പക്ഷേ അവർ AI-ൽ എഡ്യൂക്കേറ്റഡ് ആക്കുകയാണെങ്കിൽ അവർക്ക് പല ആൾക്കാരിലോട്ട് അത് സ്പ്രെഡ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഇന്നും എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഇന്ത്യയുടെ AI റേസിൽ പാലക്കാട് വിൽ ലീഡ് ഇന്ത്യാസ് AI റേസ്. അതെനിക്ക് ഉറപ്പാണ്. ആൻഡ് 101% ഗ്യാരണ്ടിയാണ്. അപ്പോൾ പാലക്കാട്ടേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഇപ്പോൾ AI-യുടെ യുഗമാണ്, അതായത് 2026 നമ്മൾ നിൽക്കുന്നത് AI-യുടെ യുഗത്തിലാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് ഒരു ബില്ല് വന്നു, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ബില്ല് വന്നു. ആക്ച്വലി എത്രയോ കാലം പുറകോട്ട് പോകുന്ന വാക്കുകളാണ് ആ ഭേദഗതിക്കകത്ത് പോലും ലൈക്ക് നമുക്കത് ശിഖണ്ഡി എന്ന് വരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതായത് നമ്മളിപ്പോൾ AI-യിലേക്ക് കുതിക്കുവാണ്. ഇപ്പം എന്നോട് മേലി സംസാരിച്ച പോലെ തന്നെ AI അല്ലെങ്കിൽ റോബോട്ടിക് പ്രസവം വരെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യരെ പിന്നെ നൂറ്റാണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു ബില്ലിലേക്ക് വരികയാണ്. ആക്ച്വലി ഈ ബില്ലിനെ കുറിച്ച് അമേലി കേട്ടിരുന്നോ? എന്താണ് അതിന് ഒരു അഭിപ്രായമല്ല, എന്താണ് അതിനകത്തെ കുറിച്ച് ഒരു വിശകലനം അല്ലെങ്കിൽ എന്താണ് ഇത്?
ചേച്ചി എനിക്കിതിൽ വ്യക്തമായൊരു ഉത്തരമുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തമായ ഉത്തരം ഈ ഒരു ഇൻ്റർവ്യൂയുടെ ഈ ഒരു ടൈമിൽ എനിക്ക് ഈ പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ട്രാൻസ് ബിൽ ഇന്നലേക്കാണ് സമരമൊക്കെ നടന്നത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ആൾക്കാരെ ഒബ്സർവ് ചെയ്യണം. ബിക്കോസ് ഇങ്ങനൊരു സാഹചര്യം ഒരു ട്രാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ട്രാൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ട്രാൻസ് വുമൻസിനോ ട്രാൻസ് മെന്നിനോ ഒക്കെ വരുന്നു. സോ അവർ അതെങ്ങനെ നേരിടുന്നു, അത് ഏത് രീതിയിൽ ഓരോരുത്തരും സംസാരിക്കും. സോ ഞാൻ കൂടുതലും ആൾക്കാരുടെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് ഉത്തരവുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് എഞ്ചിനീയറിംഗ് ഇൻ ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിതിന് വ്യക്തമായ ഉത്തരവുണ്ട്. ആ ഉത്തരം തീർച്ചയായിട്ടും കുറച്ചും കൂടി ഞാൻ ഒബ്സർവ് ചെയ്ത് എൻ്റെ അഭിപ്രായങ്ങൾ പഠിച്ചതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. പക്ഷേ ഒരിക്കലും പറയാൻ പറ്റില്ല 200 വർഷത്തിൻ്റെ പിന്നിലോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം 200 വർഷത്തിൻ്റെ പിന്നിലോട്ട് പോകുകയാണ്, അല്ലെങ്കിൽ 200 വർഷം അല്ല 100-150 വർഷത്തിൻ്റെ പിന്നിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അമേലി രാമചന്ദ്രൻ എന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വ്യക്തിയോ ഒരുപക്ഷെ BJP അംഗത്വമുള്ള ഒരു വ്യക്തിയോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഐ വിൽ റിലീസ് ഇറ്റ് സൂൺ. ഓക്കെ, അത് ഞാൻ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണ്, തെറ്റാണെങ്കിൽ വിട്ടേക്കണം. കാരണം ഈ അടുത്തിടെ ഒരുപാട് പേര് BJPയിൽ അംഗത്വം എടുക്കുകയും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സീമ വിനീത് പോലുള്ള ആളുകൾ വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വരവ് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് വല്ലതുമാണോ? ആരുടെ? എൻ്റെയോ? എൻ്റെ വരവ് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലോട്ടുള്ള ചുവടുവെപ്പ് ആണെങ്കിൽ ഓക്കെ. ഒരുപക്ഷെ എല്ലാവർക്കും രാഷ്ട്രബോധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരുപക്ഷെ ചില കുടുംബങ്ങളിൽ മാത്രം അല്ലെങ്കിൽ നമ്മളെ കാണുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ ഭാര്യ, മോൻ, മരുമോൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു എന്താ പറയാലോ, നമ്മളെ കുടുംബത്തായോ മരുമക്കത്തായോ അല്ലല്ലോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും ആവട്ടെ. സോ ആ രീതിയിലുള്ള കുടുംബ പാരമ്പര്യം അല്ല കുടുംബ പാരമ്പര്യം അതൊരിക്കലും പാരമ്പര്യമില്ല. അത് പലതിനെയും വെട്ടിച്ചിട്ട് നമ്മുടെ കുടുംബത്തിലോട്ടുള്ള ഒരുമാതിരി മറ്റുള്ള ഉണ്ടായിരുന്നു പണ്ട് ഇത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോട്ട് ഈ പവറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ആക്ച്വലി ഇത്ര നാളായിട്ടും കുറേ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസിലും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. സോ ഇതിനൊരു അറുതി എന്നുള്ള രീതിയിലാണ് ഒരു പക്ഷേ ഞാൻ കാണുന്ന എൻ്റെ രാഷ്ട്രീയ പ്രവേശനം. അതുകൊണ്ടാണ് ഞാനൊരു മാർച്ച് 8 എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എപ്പോഴെങ്കിലും BJPൻ്റെ അംഗത്വം ലഭിക്കണമെങ്കിൽ അതൊരു മാർച്ച് 8 ഒരു വനിതാ ദിനത്തിലായിരിക്കണം എന്ന്. ആൻഡ് ഐ വാക്ക്ഡ് ഇൻ ടു BJP സ്റ്റേറ്റ് ഓഫീസ് ട്രിവാൻഡ്രത്ത്. ആൻഡ് ഐ എം സോ ഹാപ്പി. ഇപ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എത്ര ഭയങ്കര വെൽക്കം. അവർക്കൊന്നും അറിയില്ല, അവരുടെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും അറിയില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് എനിക്ക് തോന്നി നേരിട്ട് പോകണം. ആൻഡ് അതിൽ നിന്ന് എനിക്ക് സത്യം ചെയ്യൊക്കെയായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അത് തന്നെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രാഷ്ട്രബോധം, രാഷ്ട്രീയ ബോധം അത് എല്ലാവർക്കും വേണ്ടതാണ്. മാത്രമല്ല യുവാക്കളുടെ ഒരു വലിയൊരു പുള്ള് ഈ ഒരു ഇലക്ഷനിൽ ഉണ്ടാകണം. ഐ എം ലുക്കിംഗ് അറ്റ് ക്യാമറ ആൻഡ് സീയിങ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചേച്ചി. കാരണം ഇന്ന് രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ യുവാക്കളാണെന്ന് പറയുന്ന ആൾക്കാർ ദേ ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഗോൾഡൻ ജൂബിലി, 50 വർഷത്തിൻ്റെ ഗോൾഡൻ ജൂബിലി. സോ ഐ ആം ജസ്റ്റ് ഇൻ 20. സോ ഐ ക്യാൻ കോൾ ദം അങ്കിൾ, റൈറ്റ്? സ്റ്റിൽ അവർ ഞങ്ങൾ യുവാക്കളാണ്, ഞങ്ങൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞവർ നടക്കുകയാണ്. സോ അപ്പോൾ യഥാർത്ഥ യുവാക്കൾ എവിടെയാണ്? അന്യ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ. അതിനൊരു ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാനും വേറെ അന്യ സംസ്ഥാനത്തായിരുന്നു. ഇപ്പം പല വിദേശ രാജ്യങ്ങളിലും യുവാക്കൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. തീർച്ചയായും. അപ്പം യുവാക്കൾക്ക് ജീവിക്കാനോ പെർഫോം ചെയ്യാനോ ഉള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ കേരളത്തിലില്ല എന്നതാണ്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക. ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടായി പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് ഓൾഡ് ഏജ് ഹോമിൻ്റെ വല്ല ലിസ്റ്റുമാണോ, പക്ഷെ അല്ല എന്നൊക്കെ മനസ്സിലായി. കാരണം അത് LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക. അല്ല, അപ്പം ഇപ്പം ഈ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ അപ്പോഴും ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം അമേലി എത്രയോ നാളുകളായിട്ട് ബാംഗ്ലൂരാണ്. നമ്മുടെ രാഷ്ട്രീയ ബോധം നമുക്ക് വേണമെന്ന് പറയുന്നു. ഈ രാഷ്ട്രീയ ബോധത്തിൽ കേരള രാഷ്ട്രീയം
കഴിഞ്ഞ 10 വർഷമായിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ എന്ന് മുതലാണ് രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ അയ്യോ ഇത് ഇങ്ങനെ അല്ലല്ലോ, നമുക്കൊരു ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ഇതെന്താണ് ഇങ്ങനെ, ഇത് റോങ് ആണല്ലോ എന്ന് നമുക്കൊരു തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. എന്ന് മുതലാണ് രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത്? എന്ന് മുതലാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന രാഷ്ട്രീയം ഇങ്ങനെ അല്ല എന്ന് ചിന്തിക്കുന്നപ്പോൾ മുതലാണ്? ചേച്ചി വളരെ സന്തോഷമുണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്. ഒരുപക്ഷെ ഇത് ഈ ഒരു ചോദ്യം എൻ്റെ പല മെമ്മറീസിലൂടെയും കടന്നു പോവുകയാണ്. കാരണം ഞാൻ 6ാം ക്ലാസ്സിലാണ് ഒരുപക്ഷെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നത്. 6 തുടങ്ങി 10 വരെ ആ 4 വർഷം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നു. പല രീതിയിലും പ്രവർത്തനങ്ങളിലും ഒരുപക്ഷെ ഐ വാസ് എ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപക്ഷെ കുടുംബശ്രീയുടെ അണ്ടറിൽ അന്ന് ബാലസഭ ഉണ്ടായത്, ഗവൺമെൻറ്റിൻ്റെ. ഞാൻ ബാലസഭയുടെ കൊച്ചിൻ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിരുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ അങ്ങനത്തെ പോലുള്ള അവസരങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായി ആ കാലത്ത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് വലിയൊരു ചതി നേരിടേണ്ടി വന്നു. ഒരു ഏരിയ കമ്മിറ്റി ഇലക്ഷൻ ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാര്യം തന്നെയാണ് അന്നും നടന്നത്. അതൊരു കുടുംബത്തായം, അല്ലെങ്കിൽ കുടുംബത്തെ ഒരു കൗൺസിലറിൻ്റെ ഒരു മോളെ അതിലോട്ട് ഏരിയ കമ്മിറ്റിയോട് റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ കുട്ടി എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം 1-2 അല്ല 4 വർഷമായിരുന്നു. അപ്പോൾ പിന്നീട് പാർട്ടിക്കാരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോഴും ഞാൻ സ്ട്രോങ് പോയിന്റിൽ ഞാൻ പറഞ്ഞു, ഞാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ SLC എക്സാമും കൂടി വരികയാണെന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അന്ന് തുടങ്ങി എൻ്റെ മനസ്സിൽ ഇതിന് എന്താണ് ബദൽ എന്ന് പോയിട്ട് ഇതൊരു രാഷ്ട്രീയമായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല. കാരണം ഐ നോ ദ ട്രൂത്ത്. ഓക്കെ. അപ്പോൾ പിന്നീടാണ് എൻ്റെ ലേണിങ്സ്, ഞാൻ പിന്നെ എഡ്യൂക്കേഷൻ തുടങ്ങുന്നു. പിന്നെ അപ്പോഴത്തേനും എനിക്ക് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, നമ്മൾ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയൊക്കെ പഠിച്ച് നമ്മൾ കുറച്ചും കൂടിയൊക്കെ അറിയുമ്പോൾ. പിന്നെ UPSC ആണ് എൻ്റെ വലിയൊരു വഴിത്തിരിവായത്. അതായത് ഞാൻ ആക്ച്വലി UPSC പ്രിപ്പറേഷൻ വേണ്ടി ഞാൻ ആഗ്രഹം. ഒരുപക്ഷെ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വലിയൊരു ടിപ്പാണ് യൂസ് AI. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതായത് സംസാരിക്കുക AI അടുത്ത്, എസ്പെഷ്യലി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ട്രൈ ടു, ബിക്കോസ് ജസ്റ്റ് ആക്ടേഴ്സ് അവർ സംസാരിക്കുന്നതിന് മുമ്പ് പറയാം ആക്ട് ആസ് വേൾഡ് ഫേമസ് UPSC കോച്ച് ഓർ UPSC ഇൻ്റർവ്യൂവർ, അങ്ങനെ. സോ അങ്ങനെ ഒരു പ്രോംപ്റ്റും കൊടുത്ത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്താൽ നമ്മൾ ഭയങ്കര അടിപൊളിയാവും. സോ അപ്പോൾ ഞാൻ അങ്ങനെ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയാണ് AI സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നത്. സോ അപ്പോൾ എൻ്റെ ഒരു ഹിസ്റ്ററി പാട്ടിൻ്റെ ഒരു മുഗളിൻ്റെ തൊട്ട് മുമ്പ് വരെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദെൻ അപ്പോൾ എനിക്ക് ഭയങ്കര പ്രണയം തോന്നി BJPയോട്. കാരണം ചേച്ചി എനിക്ക് ഇഷ്ടമാണ് പഠിക്കാനൊക്കെ, ലേണിങ് ഇപ്പോഴും. ചേച്ചി അതൊരു സംസ്കാരമാണ്, അതൊരു പൈതൃകമാണ്. അതിൽ ഇപ്പോൾ അതൊരു പക്ഷേ ഞാൻ ഒരിക്കലും മറ്റ് പാർട്ടികളുടെ ലീഡേഴ്സിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ലെറ്റ് ദം ഡു ദെയർ പൊളിറ്റിക്കൽ ഡ്രാമാസ്. പക്ഷേ ഇഫ് യു വാണ്ട് എ റിയൽ ലൈഫ്, ഹാപ്പി ജെനുവിൻ ലൈഫ്, നമ്മുടെ സംസ്കാരത്തിനെയും പൈതൃകത്തിനെയും ഒക്കെ ഭാരതത്തിനെയൊക്കെ അറിയേണ്ടത് അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് യുദ്ധം നടക്കുന്നു, പല പട്ടിണിയിലോട്ടൊക്കെ നമ്മൾ LPG ഗ്യാസിൻ്റെ ഒക്കെ രീതിയിൽ 1-2 കുടുംബങ്ങളെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടാവും ഈ സാഹചര്യത്തിൽ. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒപ്പം നിൽക്കുക എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് എവറി യങ്സ്റ്റേഴ്സ് ഹാസ് ടു ഡു. ഇപ്പോൾ എല്ലാ യങ്സ്റ്റേഴ്സും ഹൈക്കോടതിയുടെ ഒരു പുതിയ ഉത്തരവുണ്ടല്ലോ, നമ്മുടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സ്ഥാനത്ത് നിന്ന് കൂടെയുള്ളവരെ മാറ്റി. ഓക്കെ, അതൊരു വലിയൊരു സൂചനയാണ്, അതൊരു പ്രകൃതിയുടെ സൂചനയാണ്, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സൂചനയാണ്, അതൊരു വലിയൊരു കോളാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് കോൾ ഫോർ ദ യങ് blood, the young youth to come forward and come in front of these people and put your words. ശക്തമായ നിങ്ങളുടെ വാക്കുകൾ പറയുക. ആൻഡ് ഒരു പക്ഷേ പല യുവാക്കൾക്കും അതൊരു ജീവിതത്തിൽ, കാരണം പൊളിറ്റിക്കൽ ഈസ് ഓൾസോ എ പ്രൊഫഷൻ. അതാണ് ആരും മനസ്സിലാക്കാത്ത കാര്യം. അതൊരു പ്രൊഫഷനാണ്. പൊളിറ്റിക്സ് ഈസ് പ്രൊഫഷൻ. യു വിൽ ഗെറ്റ് മണി. ഒരു MLA ആയിക്കാൻ 1-1.5 ലക്ഷം രൂപ ഏകദേശം നിങ്ങൾക്ക് കിട്ടും എല്ലാം കൊണ്ടും 1 month. സോ ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന പവർ. സോ ഇതൊരു പ്രൊഫഷനായിട്ട് കണക്ക് കൂട്ടി. കാരണം ഇത്രയും നാളും രാഷ്ട്രീയമല്ല, അതേതോ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്ന യുവാക്കൾ അറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ് പൊളിറ്റിക്സ് ഈസ് എ പ്രൊഫഷൻ, മണി റിലേറ്റഡ്, പവർ റിലേറ്റഡ്. സോ പ്ലീസ് കം ഫോർവേഡ്. അത് എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ, ആദ്യം തന്നെ ഒരു പക്ഷേ സമുദായങ്ങൾ, ഇതൊരു വലിയൊരു സൂചനയാണ്. സമുദായങ്ങളിൽ 50-60 വർഷമായിട്ടുള്ള ആൾക്കാർ വളരെ ബഹുമാനമുണ്ട് അവരോട്, എനിക്കൊരിക്കലും എതിർപ്പില്ല. കാരണം ഒരു 50 വർഷം ഒരു സമുദായത്തിൻ്റെയൊക്കെ ഒരു സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഒക്കെ ആയിരിക്കണമെങ്കിൽ ദാറ്റ് ഇസ് ദെയർ പവർ, അവരുടെ ഒരു കഴിവാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമയത്തിരിക്കുകയാണ് അതായത് ഈഴവ സമുദായം മാത്രമല്ല, നായർ സമുദായം തുടങ്ങി എല്ലാ സമുദായങ്ങളിലോട്ടും ഒരു പുള്ള് വരണം, യുവാക്കളുടെ പുള്ള് വന്നിട്ട് പ്രസിഡന്റും സെക്രട്ടറി സ്ഥാനത്തേക്ക് യുവാക്കൾ വരികയും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി രക്ഷാധികാരിയായിട്ട് അവരെ നയിക്കുകയും ചെയ്യുന്നൊരു സാമുദായിക അന്തരീക്ഷം
അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനും. അമേലി, ഇപ്പം ഈ പറഞ്ഞതിനകത്ത് യങ്സ്റ്റേഴ്സ് വരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ യങ്സ്റ്റേഴ്സിന് പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. ഇന്നും ഒരു ജെൻസി എന്ന് നമ്മൾ പറയുന്നവർക്ക് അറിയില്ല. പക്ഷേ വേടനെ പോലുള്ള ഒരാളുടെ പാട്ടുകളിൽ അദ്ദേഹം പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അന്ന് പക്ഷെ അത് പാട്ടിലൂടെ പറയുന്നുണ്ട് തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവിടെ തലപ്പത്തിരിക്കുന്ന സീനിയർ മോസ്റ്റ് ആണ്. ഈ സീനിയർ മോസ്റ്റ് കാരണം അവരാണ് വഴക്കവും തഴക്കവും വന്നവർ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒട്ടുമിക്ക ഇപ്പം പറഞ്ഞ പോലെ തന്നെ യങ് ജനറേഷനിൽ പെട്ടവർക്ക് ഇവിടെ ജോലിയില്ല, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഈ പരസ്പരം പോരാടാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരുടെ സെൽഫായിട്ടുള്ള കാര്യം നോക്കി അവരിവിടെ നിന്ന് പോകുന്നു. അങ്ങനെയുള്ളവർ, അതായത് ഇപ്പം പറയുന്ന ഒരു പ്രധാന കാരണം ഈ പറയുന്ന യുവത്വം ഇവിടെ കുറവാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഇനി അഥവാ വന്നാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളെ ഇവരാരും വളരാൻ അനുവദിക്കുന്നതായിട്ട് അമേലിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഈ വന്നാൽ BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, LDF ആവട്ടെ, ആരും ആവട്ടെ. എങ്ങനെയാണ് അമേലി അത് നോക്കിക്കാണുന്നത്? BJPനെ കുറിച്ച് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യാൻ ഇപ്പം ആകുന്നുള്ളൂ. ഈ ഒരു ഇലക്ഷനാണ് ശരിക്കും BJP ഓൺ ദ ഫ്ലോർ, അല്ലെങ്കിൽ ഫയർ എന്നൊക്കെ പറഞ്ഞൊരു രീതിയിലുള്ളൊരു ഇത്. പക്ഷേ ചേച്ചി പറഞ്ഞ സത്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അവരുടെ ആശയങ്ങളും അവരുടെ ഭരണം അവസാനം എന്തിലെത്തിച്ചു? മൈഗ്രേഷനിലോട്ട് എത്തിച്ചു. ഇതിലെനിക്ക് വലിയൊരു കാര്യം പറയാണ്ട് ചേച്ചി, ബിക്കോസ് എസ്പെഷ്യലി ഐ ക്യാൻ സേ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും അതായത് ശിശു മരണനിരക്കും യുവാക്കളുടെ മൈഗ്രേഷനും തമ്മിൽ ബന്ധമുണ്ട്. ചേച്ചി അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള പക്ഷേ മറ്റ് പാർട്ടികളിലുള്ള മുതിർന്ന അല്ലെങ്കിൽ അത്രയും എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ വരെ ഒരു ബോധമില്ലാതെയുള്ള പ്രസ്താവനകൾ മുന്നോട്ട് വെച്ചായിരുന്നു, എസ്പെഷ്യലി രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയത്തിനെതിരെ. ചേച്ചി വളരെ സിമ്പിൾ അയച്ചു അത് പറയാൻ ചേച്ചി. ഇതിൻ്റെ ഇടയിൽ ബർത്ത് റേറ്റ് എന്നൊരു ഫാക്ടറും കൂടി ഉൾപ്പെടുത്തിയാൽ മതി. സിമ്പിൾ തിങ്, അതായത് ഒരു 100 ബേബി കെയർ യൂണിറ്റുള്ള ഒരു മുറിയാണെന്ന് ചേച്ചി വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ മാസം അപ്പോൾ ആ 100 ബേബി കെയർ യൂണിറ്റുള്ള മുറിക്ക് 100 ബേബി കെയർ യൂണിറ്റ് ഉണ്ട്. ഒരു ജസ്റ്റ് തിങ്ക് ദാറ്റ് ഒരു 30 നേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു ഈ 100 പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട്. 100 ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്ത മാസം അത് 18 ആകുന്നു, 80 ആകുന്നു. 80 ആകുമ്പോൾ അപ്പോഴും 30 നേഴ്സുമാരുണ്ട്, 100 ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ട്, സെയിം 100 ബേബി കെയർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത മാസം അത് 60 ആകുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനന നിരക്ക് ഉണ്ടെങ്കിലാണല്ലോ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ബർത്ത് റേറ്റ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടറിയാം, സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ കണ്ടറിയാം, അവരൊക്കെ ഒരു വലിയൊരു അനൗൺസ്മെൻറ്റ് നടത്തിയേക്കണം, ബർത്ത് റേറ്റ് കൂട്ടണം. കാരണം എന്താ, ബർത്ത് റേറ്റ് ഈസ് AI ആയിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ബർത്ത് റേറ്റ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ ഡാറ്റാസ് പുൾ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യന്മാരിൽ നിന്നാണ്. ഇപ്പോൾ ചേച്ചി ഒരു ChatGPT ഉപയോഗിക്കുമ്പോൾ ചേച്ചിയുടെ ഡാറ്റാസ് അവർക്ക് കിട്ടുന്നു അല്ലേ, ചേച്ചിയുടെ ആശയങ്ങൾ, ചേച്ചിയുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അപ്പോൾ ചേച്ചിയുടെ തോട്ട്സ്. സോ അതിൽ നിന്നാണ് AI പഠിക്കുന്നത്. അപ്പോൾ AIയുടെ ഫുഡ് എന്ന് പറയുന്ന ഡാറ്റ ആണ്. സോ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ AI ഫുഡില്ല, AI വളരില്ല. സോ ഇത്രയും നല്ല സംസ്കാരവും പൈതൃകവും ഒക്കെ ഉള്ള ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ കേരള മണ്ണിൽ ഇത്രയും നാളത്തെ അത് കോൺഗ്രസ് ഭരണമാണെങ്കിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണെങ്കിലും യുവാക്കളെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല പേടിപ്പിച്ചു, മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, സോ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. എന്നാലാണല്ലോ ഇപ്പം തന്നെ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. MP-മാർ കേരളത്തിൽ വീണ്ടും വന്ന് മത്സരിക്കുന്നതിലോട്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നു. കാരണം ഈ വന്ന് മത്സരിക്കുന്ന MP-മാരും അവർക്ക് ഒരുപക്ഷെ ഗോൾഡൻ ജൂബിലി കഴിഞ്ഞിട്ടും 10-20-25 വർഷം ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇന്നും രാഷ്ട്രീയം എന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട കുറേ പ്രവൃത്തിൻ്റെ അപ്പുറത്തേക്ക് സ്ഥാനത്തിനും കണ്ണിപ്പൊടി ഇലക്ഷൻ വരുമ്പോഴുള്ള കുറേ ഡ്രാമയ്ക്കും മാത്രം വകയാവുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഐ തിങ്ക് BJP ദിസ് ടൈം വിൽ പുൾ ദ ഇലക്ഷൻ. അമേലി, ഇപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാവാം BJP കുറേ നാളായി കേരളത്തിലുണ്ടായിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായി. എന്തുകൊണ്ടാവാം BJPക്ക് ഇവിടെ ഒരു വ്യക്തമായ എന്താ പറയുക സ്ഥാനം പിടിക്കാൻ പറ്റാത്തത്? കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം നിയമം പിടിച്ചെടുത്തു, പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ആ ഇലക്ഷന് കിട്ടിയില്ല. പക്ഷേ ഇവിടെ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കിട്ടുകയാണ് തൃശ്ശൂര്. പക്ഷേ ഈ തവണ അരയും തലയും മുറുക്കിയാണ് BJP ഇറങ്ങുന്നത്. പക്ഷെ എന്തുകൊണ്ടാവാം കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാത്തത്? ചേച്ചി, എനിക്കതിൽ വളരെ ബഹുമാനം തോന്നുന്ന ഒരു
കൂട്ടരാണ് BJPയിലെ ലീഡേഴ്സ് ചേച്ചി. ഇവർ കേരളത്തിലോട്ട് BJP പ്രവർത്തനങ്ങൾ, കേരളത്തിൽ നിന്ന് BJP ആദർശങ്ങളും പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവരാരും മനസ്സിൽ പോലും സ്വപ്നം കണ്ടിട്ടില്ല എനിക്ക് കൗൺസിലർ ആവാമെന്നോ, എനിക്കൊരു ചെറിയൊരു കൗൺസിലർ ആവാമെന്നോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആവുമെന്നോ പോലും സ്വപ്നം കണ്ടിട്ടല്ല വന്നേക്കണം. കാരണം BJP എന്നത് സീറ്റിനും ഒരുപക്ഷെ അധികാരത്തിനപ്പുറത്തേക്ക് അതൊരു വലിയൊരു ആദർശമാണ്. സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ സംസ്കാരത്തിൻ്റെ പല കഥകളുടെയൊക്കെ സോ ബ്യൂട്ടിഫുൾ തിങ് ചേച്ചി. എന്തുകൊണ്ടാണ് കേരളത്തിൽ ആ ക്ലച്ച് പിടിക്കാത്തതെന്ന് വെച്ചാൽ അതിനുള്ള വളരെ നല്ല ഉത്തരമാണ് ഈ എലക്ഷനിൽ കേരളത്തിലെ ക്ലച്ച് പിടിക്കുന്നത് മാത്രമല്ല, ആൻഡ് ദിസ് ഈസ് മൈ വേർഡ്, 140 മണ്ഡലങ്ങളും ഇനി BJPക്കൊപ്പമായിരിക്കും. ഷാഫി പറമ്പിലിൻ്റെ കണക്കുകൂട്ടലുകൾ തീർച്ചയായും ഐ ഹേർഡ് ലൈക്ക് ഞാൻ ഷാഫി പറമ്പിൻ്റെ കുറേ അധികം ബിക്കോസ് യുവാക്കളുടെ ഇതായതുകൊണ്ട് തന്നെ ഞാൻ കാണുമായിരുന്നു കുറേ ഇൻ്റർവ്യൂസൊക്കെ. ഈ വാക്കുകളിൽ നമുക്കത് പിടിക്കണം, ഇവിടെ നമുക്കിത് തൂക്കണം എന്നൊക്കെ പറയണമല്ലാതെ പ്രവൃത്തിയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ നമ്മൾ BJP വരുന്നതും ആ പ്രവൃത്തി എന്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് BJPയിൽ വരുന്നത്, BJPയിൽ ഒരു പറ്റി നിങ്ങൾക്ക് അറിയാം ചേച്ചി നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ യുവാക്കൾ അണിനിരന്ന ഒരു ഇലക്ഷനാണ് ഇത് BJPയുടെ അണ്ടറിൽ. ഐ എം സോ ഹാപ്പി. ആൻഡ് 140 മണ്ഡലങ്ങളും BJPക്കൊപ്പമായിരിക്കും. ഇവിടെ കേരളത്തിൽ ഈ ഒരു ഇലക്ഷൻ ഉണ്ടാകുന്ന ഒരു മത്സരം ദാറ്റ് ഇസ് വിത്തിൻ BJP. ആ ഏത് മണ്ഡലത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ഒരു വലിയൊരു മാറ്റം ആയിരിക്കും വരാൻ പോകുന്നത്. ഇത്രയും നേരം BJPയെ കുറിച്ച് പറയുമ്പോൾ സംസ്കാരം, പൈതൃകം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും ഈ കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. പക്ഷേ ഐ ഡോണ്ട് ഗെറ്റ് എന്താ പറയുക ഒരു ഫീലും സംസ്കാരവും പൈതൃകമായി എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ആസ് എ പേഴ്സൺ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ 1-2 കാര്യങ്ങളോട് ഞാൻ വളരെയധികം യോജിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന പലരും അവരുടെ മക്കളെയും മരുമക്കളെയും അല്ലെങ്കിൽ ഇപ്പം ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ അടുത്ത ആൾ അവർക്ക് വേണ്ടപ്പെട്ടവരെയാണ്. അതായത് അവിടെ ആരാണോ ജയിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഒരു കണ്ണീരോട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഒരാൾ അയാളുടെ സ്ഥാനം ഇത്ര വർഷത്തേക്കുള്ളിൽ മത്സരിക്കാൻ പറ്റത്തില്ല, ഉടനെ തന്നെ ഭാര്യനെ മത്സരിപ്പിക്കും. ഇത്രയും കുറേ സ്ട്രാറ്റജി ഉണ്ട്, അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ MP ആയി പോയ ഒരു വ്യക്തി തിരിച്ചു വന്നിട്ട് MLA ആവാൻ ശ്രമിക്കുന്നു. ഇതൊന്നും അത്രയും ജനാധിപത്യത്തിൽ ഇത് ഓക്കെയാണ് എങ്കിൽ കൂടിയും ജനാധിപത്യത്തിന് എത്രത്തോളം പരിഹസിക്കുന്നതാണ്. കാരണം അന്നത്തെ നടത്തിയ ഒരു ഇലക്ഷൻ അത് എത്രമാത്രം നടത്തിയുന്നുണ്ട്. ഈ പറയുന്ന സംസ്കാരവും പൈതൃകവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി തീർച്ചയായും വർഗീയ പരാമർശങ്ങൾ നിരന്തരമായി നടത്തുകയും ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ ആസ് എ പേഴ്സൺ ആണ് ഞാൻ, എന്നെ കുറിച്ചാണ് പറയുന്നത്, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അമേലിയെ പോലെ ഒരാൾക്ക്, അല്ലെങ്കിൽ അമേലിയ എന്ന് പറയുമ്പോൾ എല്ലാവിധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ കഴിഞ്ഞും പറഞ്ഞ ബോയ്സ് ഹോസ്റ്റലിൽ തന്നെ കോളേജ് ടൈമിൽ നിന്ന് ബോയ്സിന്റെ മൊത്തം സിമിലാരിറ്റി. എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ ബോയ്സ് ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി ഇത് ഞാൻ പറയട്ടെ. ആക്ച്വലി എനിക്കത് ഞാൻ എൻ്റെ കോളേജിൽ വന്നപ്പോൾ തന്നെ ഞാൻ ട്രാൻസ് വുമനാന്ന് പറഞ്ഞിരുന്നു. അതാണ് സെപ്പറേറ്റ് റൂമും അപ്പുറത്ത് ഇപ്പുറത്ത് പോലും എൻ്റെ മാനേജ്മെൻറ്റ് ഒരാളെയും താമസിച്ചില്ല. ഓപ്പോസിറ്റ് തന്നെ എൻ്റെ വാർഡൻ്റെ റൂം. ഒരു പക്ഷേ ഞാൻ പറയും ചേച്ചി, ഇന്നും ഞാൻ പറയും ചേച്ചി, ഇറ്റ് ഈസ് എ സേഫസ്റ്റ് പ്ലേസ്. ശ്രീബുദ്ധ കോളേജിൽ ആ ഒരു ബോയ്സ് ഹോസ്റ്റലാണ് ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട സേഫസ്റ്റ് പ്ലേസ്. ബിക്കോസ് എന്ന് വെച്ചാൽ എൻ്റെ കുറേ ക്യാരക്ടർ എനിക്ക് ചേട്ടന്മാരെ പേടിയായിരുന്നു. 3 വർഷം വരെ നമുക്ക് സീനിയർ ഉണ്ട്, ചേട്ടന്മാരാണ്. അപ്പോൾ എൻ്റെ ഇന്ന് ഞാനെന്നൊരു കുട്ടിക്ക് ഒരു ക്യാരക്ടർ ഫോർമേഷൻ, ഒരു പെൺകുട്ടിയുടെ രീതിയിലുള്ള കുറേ അധികം അച്ചടക്കം ഒക്കെ കിട്ടിയത് ഒരുപക്ഷെ ആ ബോയ്സ് ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ചേട്ടന്മാർക്കൊക്കെ സീനിയർ ചേട്ടന്മാർക്കൊക്കെ താങ്ക് യു. അല്ല, ഞാൻ പറയാം, ഇങ്ങനെ എന്താ പറയുക, വർഗീയത പറയുന്ന ഒരു പാർട്ടി എന്നാണ് BJPയെ കുറിച്ചുള്ള പൊതുവെയുള്ള ലേബൽ. വർഗീയത പറയുന്നു പച്ചയ്ക്ക് അവർ പറയുന്നുണ്ട്. അവരുടെ പല നേതാക്കളും അല്ലെങ്കിൽ BJPയോട് അനുബന്ധപ്പെട്ട് നിൽക്കുന്ന പല ചെറു ഘടകകക്ഷികളും ഇത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് അമേലിയയ്ക്ക് അതിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചത്? ചേച്ചി, അതിന് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ വർഗീയത എന്നത് തീർച്ചയായിട്ടും CPIM ഏതോ ഒരു വർഷത്തെ എലക്ഷൻ തന്ത്രമായിട്ട് ഉപയോഗിച്ച ഒരു വാക്കാണ് BJPക്ക് ഇട്ടൊന്ന് കൊട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാ ഇലക്ഷനും ഇതേപോലെ കൊട്ടി ഇതുപോലെ ഓൾഡ് ഏജ് ഹോമാക്കി നിയമസഭേനെ മാറ്റാനോ അല്ലെങ്കിൽ മന്ത്രിസഭേനെ മാറ്റാനോ ഒരിക്കലും ഈ പ്രാവശ്യം ഞാൻ സമ്മതിക്കില്ല. BJP പ്രവർത്തകർ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ ലീഡേഴ്സ് ആർ ലെജൻസ്. ആ ലീഡേഴ്സ് സമ്മതിക്കില്ല. അതിനുള്ള ചേച്ചിക്കൊരു ഉത്തരമാണ് ചേച്ചി. വിശ്വാസം എന്നത് അതിപ്പോൾ ക്രിസ്ത്യനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും പിന്നീട് മുസ്ലിം ആണെങ്കിൽ പോലും ഈ വിശ്വാസം എന്നുള്ളത് എല്ലാവരുടെയും. പക്ഷെ ഇന്ന് എന്നെ ഈ സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റിയതും ഇപ്പോൾ ഒരു കറക്റ്റ് സമയത്ത് ഇതൊക്കെ
എല്ലാ രീതിയിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. ചേച്ചിക്കിനെ കൊണ്ടുവരാൻ പറ്റിയത് ഒരു ദിവസം 2 ദിവസം മുമ്പ് ചേച്ചിനെ വിളിക്കുന്നത്. ഇതൊക്കെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം വെച്ച് എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നല്ല കാര്യങ്ങളും നടക്കുന്നത് എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇവർ വർഗീയത എന്നൊരു ലേബൽ BJP കൊടുത്തിട്ട് കേരളത്തിലെ വിശ്വാസം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ കേരളത്തിലെ വിശ്വാസത്തിനെ വലിയൊരു ചോദ്യചിഹ്നത്തിലാക്കുകയും അതിന് ഞാൻ വലിയൊരു വിശ്വാസിയാണ്. ഞാൻ ആ സമയത്ത് ശബരിമല പ്രവേശനം എപ്പോഴായി 2019 ആ കാലഘട്ടം കണ്ടായിരുന്നു. 2020 ഞാൻ പാസ് ഔട്ട്. ഫുൾ വെള്ളം എടുത്തില്ലേ എൻ്റെ കോളേജിൻ്റെ കോളേജൊക്കെ മുങ്ങി, ആ ഭാഗമൊക്കെ മുങ്ങി. അപ്പോൾ സോ ദിസ് ഈസ് ദ തിങ്, വിശ്വാസമുണ്ട്. സോ അതൊരു അന്ധവിശ്വാസം, അതൊരു ആചാരമല്ല. അത് പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോഴും ഒരു ഇതിലുള്ളോ ഈ ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ഞാനിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായതാണെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്, അറിയാമല്ലോ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് ഭരണഘടന മുൻനിർത്തി പറഞ്ഞതാണ്. അവിടെ സ്ത്രീകൾക്കും പ്രവേശിക്കാം, അത് ഭരണഘടനയാണ്. നമ്മളിങ്ങനെ സ്വതന്ത്രമായി പറയുന്ന ഒരു പാർട്ടി, ഇപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ബിക്കോസ് ഓഫ് ഭരണഘടന. ആ ഒരു ധൈര്യമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ആ ധൈര്യം ഇന്നത് അവിടെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് കയറാൻ പാടില്ല, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട്, ഞാൻ വിശ്വാസികളെ ചോദ്യം ചെയ്യുന്നതല്ല, ഞാൻ ആ ഒരു സമത്വമില്ലായ്മയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അവിടെ വിശ്വാസം എന്തായിക്കോട്ടെ, സമത്വം അതെന്താ കയറിയാൽ എന്നുള്ളൊരു ഇതുണ്ട്. ഈക്വാളിറ്റിയാണ്, ഈക്വാളിറ്റി ഇത് ചെയ്യരുതെന്നാണ് പറയുന്നത്. അവിടെയാണ് വിശ്വാസികൾ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം അങ്ങനെ സ്ത്രീകൾ കയറാൻ പാടില്ല. അത് ഓക്കെയാണ്, അത് ബ്യൂട്ടിഫുൾ പാർട്ടാണ്. ഏത് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല, അതായത് മീൻസ് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ കയറാൻ പാടില്ല, ഓക്കെ. അതായത് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം കഴിക്കില്ല, അത് ഞാൻ കഴിക്കത്തില്ല, അത്രേ ഉള്ളൂ. അത് മറ്റൊരാളെ ദ്രോഹം ചെയ്യുന്നതാവരുത്. പക്ഷെ ഈക്വാലിറ്റി ആണെന്ന് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞത്. അതായത് സ്ത്രീകളെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു, ആർത്തവത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു ഭാഗമായിട്ട് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി പറഞ്ഞ ഈ സെയിം സ്റ്റേറ്റ്മെന്റിന് ഞാൻ കണ്ടിന്യൂറ്റ് പറയാം. അതായത് ചേച്ചി പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞു സ്ത്രീകളെ കയറ്റാം. എവിടെ കയറ്റാം? ശബരിമലയിൽ കയറ്റാം. ശബരിമല എവിടെ ഇരിക്കുന്നത്? കേരളത്തിൽ പത്തനംതിട്ട എന്നൊരു ജില്ലയിൽ. ശബരിമലയുടെ വിശ്വാസവും ആചാരങ്ങളും അതിൽ നിന്ന് ഫലം ലഭിച്ചതും ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവർക്കാണ്. ഓക്കെ, ആ സമയത്ത് ആ കേരളത്തിലുള്ളവർക്കും ഈ കേരളത്തിലുള്ള കുറേ വിശ്വാസികൾ ഇതിനെതിരെ പല രീതിയിലും പ്രതിഷേധമായിട്ട് തെരുവുകളിൽ ഇറങ്ങിയപ്പോൾ പോലും ആ പ്രതിഷേധത്തിനെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അടിച്ചമർത്തുകയും അതിനുശേഷം അവരുടെ നേതൃത്വത്തിൽ പല സ്ത്രീകളെയും ഒരു പൊളിറ്റിക്കൽ ഡ്രാമയ്ക്ക് വേണ്ടി കയറ്റുകയും ശബരിമല അയ്യപ്പനെ അന്നത്തെ അടുത്ത 99 സീറ്റ് കിട്ടിയല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഡ്രാമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്ത് സംഭവിച്ചു? അപ്പോൾ പ്രളയം വരുന്നു. അതിൻ്റെ ഞാൻ തന്നെ പറയും, അത് കറക്റ്റ് അതിന് വേണ്ടി തന്നെയാണ് പ്രളയം വന്നത്. കാരണം വിശ്വാസങ്ങൾ, അത് വർഷങ്ങളായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് നമുക്ക് അറിയാത്ത കഥകളുണ്ട്. ഇന്ന് പറഞ്ഞില്ലേ, നമുക്കറിയുന്ന കുറേ സ്റ്റോറി ഉണ്ട് ഈ മഹാഭാരതത്തിൽ. എന്താ ഈ കഥകൾ? ആക്ച്വലി ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട്, ഞാൻ അറിഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഭാരതം എന്നൊരു കോൺസെപ്റ്റിൻ്റെ കൂടുതൽ പഠിക്കാൻ. കാരണം എൻ്റെ കുഞ്ഞിലെ തന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ മരിച്ചു പോയിട്ടുണ്ടായി, എൻ്റെ ഇന്ന് വിട്ടുപോയി. സോ ഇറ്റ്സ് സോ സാഡ് ഫോർ മീ. സോ അതുകൊണ്ട് കുറേ കഥകൾ, അതുകൊണ്ട് തന്നെയാണ് ഒരു BJPയുടെ എൻട്രി. അവിടെ ഞാൻ ആഗ്രഹിക്കുന്നതൊരു എന്താ പറയുക, സീറ്റോ അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ തന്നെയുള്ളൊരു എൻട്രിയുടെ അപ്പുറത്തേക്ക് എനിക്ക് പഠിക്കാമല്ലോ. I can learn so many stories. It's so beautiful. Especially I can merge ഈ AIയും ഈ സ്റ്റോറിയും ഒന്ന് merge ചെയ്ത് I can make so many beautiful films, right? AI films, right? എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാനാണ്, ഗണപതി ഭഗവാൻ വരുന്നു. ഗണപതി ഭഗവാൻ വ്യാസൻ്റെ അടുത്ത് ബ്രെത്ത്ലെസ് ആയിട്ട് ഇത് ചാൻഡ് ചെയ്യാൻ പറയുന്നു, പാരായണം പറയുന്നു. അപ്പോൾ അങ്ങനെ ചാൻഡ് ചെയ്യുമ്പോൾ വ്യാസൻ എന്ത് ചെയ്തു? വളരെ കോംപ്ലക്സ് ടോപ്പിക്ക് മനസ്സിൽ കണ്ടു. എന്നിട്ട് ശ്വാസം വിടാതെ വ്യാസൻ ചാൻഡ് ചെയ്തു, ഇത് ഗണപതി ഭഗവാന്റെ ഒരു തുമ്പിക്കൈ, ദറ്റ് ഒരു ഇതില്ലേ, മലയാളത്തിൽ കൊമ്പ്, ആ കൊമ്പ് വെച്ചിട്ട് എന്താണ് ഒരു പാം ലീവ്സിൽ അത് എഴുതി. ഇങ്ങനെയാണ് പിന്നീട് താളിയോലകളും ആ താളിയോലകൾ കൊണ്ടിട്ടാണ് ആര്യൻസ് ഇന്ത്യയിൽ വരുന്നത്. ആര്യൻസ് ആ പ്രീസ്റ്റ്, ഓക്കെ, ഇന്ത്യയിൽ വരുന്നത്. അതും ഹാരപ്പൻ സിവിലൈസേഷന് ശേഷം. അപ്പോൾ ഇന്നും ആർക്കും അറിയില്ല ആര്യൻസ് എന്തിനു വന്നു. അതൊക്കെ ഇന്നും അറിയാത്ത കുറേ കഥകൾ നമ്മളുടെ ഭാരതത്തിനുണ്ട്. ദാറ്റ് ഈസ് എ ബെസ്റ്റ് ആൻഡ് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള, ഇത്രയും കൾച്ചർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രി ഇന്നില്ല, വേൾഡിലില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചോ,
ഹൗ ഐ ക്യാൻ കണക്ട് ദിസ് എന്താ പറയുക, ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജി എങ്ങനെ കണക്ട് ചെയ്യുന്നു വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ കമ്പനീസ്, ലോകത്തിലെ കമ്പനീസ് എവിടെയാണ് AI ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ നിന്നാണ് ഞാൻ ഒരുപക്ഷെ AI ഫൗണ്ടർ ആകുന്നതിലൂടെ ഇന്ത്യത്തെ ആദ്യത്തെ AI ഫൗണ്ടർ എന്നുള്ള ഇതിലൊക്കെ വരാൻ സാധിക്കുന്നതൊക്കെ ഞാനൊരു സാധാരണ കുട്ടി, എവിടെയോ ഇരുന്ന് ജോലിയാണ് കുട്ടി, എനിക്കൊക്കെ എന്തിനും ഇങ്ങനത്തെ ഒരു അവസരവും ഇങ്ങനെയൊക്കെ ഇത്. സോ എൻ്റെ വിശ്വാസമാണ് ഒരുപക്ഷെ അതിനെന്നും ഞാൻ പിടിച്ചു നിർത്തും. ഓക്കെ, അമേലിയ വന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. സംസ്കാരം, പൈതൃകം കൂടുതൽ ലേൺ ചെയ്യണം. അതുകൊണ്ട് തന്നെ BJP പോലൊരു പാർട്ടിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നി. പക്ഷെ റീസെന്റ് ആയിട്ട് ആസ് എ പേഴ്സൺ ഞാനിവിടെ നോക്കിക്കാണുന്ന ഒരു മീഡിയ പ്രവർത്തക എന്ന നിലയിൽ BJPക്കാർ നിരന്തരമായിട്ട് ആളുകളെ, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കിട്ടാത്ത പല എന്താ പറയുക, LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, സീറ്റ് കിട്ടാത്ത പലരും BJPയിലേക്ക് വരികയും സീറ്റ് കിട്ടും. ഇത് തിരിച്ചുകൊണ്ട് കേട്ടോ, ഇത് തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്. അത് വരികയും മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിങ്ങളെ യുവനിരയിൽ ഇറക്കുവാണെന്ന് പറഞ്ഞ ഒരുപാട് പേരെ എന്താ പറയുക വിലയ്ക്ക് വാങ്ങി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺസെപ്റ്റാണ് വസുദൈവ കുടുംബകം. ചേച്ചി, അത് ആർക്കും വരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പൊളിയാൻ പോകുന്നത് വർഷങ്ങളായിട്ട് BJPക്ക് മുദ്ര കൽപ്പിച്ചു കൊടുത്തൊരു ടാഗാണ്. ആര്? കോൺഗ്രസിനെക്കാളും കമ്മ്യൂണിസ്റ്റ് മുദ്ര കൽപ്പിച്ചു കൊടുത്തൊരു ടാഗാണ്. കാരണം പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനാക്കി ഒരു സ്ലേവറി നടത്തുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയും. എല്ലാം സൗജന്യമായി കൊടുത്ത്, അത് സൗജന്യം, അതായത് അവരുടെ അവകാശങ്ങളെ അത് സൗജന്യമായി കൊടുത്തു. അത് ഞങ്ങൾ എന്തൊക്കെയോ സൗജന്യമായി, ഞങ്ങൾ ദാനം തന്നു എന്ന് പറഞ്ഞ് അവസരങ്ങൾ നിഷേധിച്ച് യുവാക്കൾ ഇവിടെ നിർത്താതെ, ഇവിടെ നിന്നൊരു ബിസിനസ് ഓണ്ടർപ്രണർഷിപ്പിന് ഒരു രീതിയിലും സാധിക്കാത്ത യുവാക്കൾ മൈഗ്രേറ്റ് ആയി പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്തൊരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യം സ്നേഹം, സന്തോഷം, വസുദൈവ കുടുംബകം. ആര് വന്നാലും സ്വീകരിക്കും. അതിപ്പോൾ ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിംസ് ആവട്ടെ, ഏത് ജെൻഡർ ആവട്ടെ, ട്രാൻസ്ജെൻഡേഴ്സ് ആർ കമ്മിങ്, ഏത് നിറത്തിലുള്ളവരാവട്ടെ, ഏത് ഫിനാൻഷ്യൽ സാഹചര്യത്തിലുള്ളവരാവട്ടെ, നമ്മൾ ഇന്ത്യൻസ് ആണ്. വി ആർ ഭാരതീയൻസ്, ലൈക്ക് നമ്മൾ വി ആർ ഫ്രം ഭാരത്. ഇപ്പം സീമ വിനീത്, അമേലി ഉൾപ്പെടെ കുറേ പേര് അന്ന് അംഗത്വം എടുത്തിരുന്നു അല്ലേ? ഞാൻ അവരുടെ കൂടെ അല്ല, ഞാൻ വേറെ ഒറ്റയ്ക്ക് എടുത്തത്. ഒറ്റയ്ക്ക് അംഗത്വം എടുത്തു. ഓക്കെ, ഒറ്റയ്ക്ക് അംഗത്വം എടുത്തു. അങ്ങനെയെങ്കിൽ കേരളത്തിലെ കുറച്ചും പറഞ്ഞു 140 മണ്ഡലം ഉണ്ടെന്ന് പറഞ്ഞു. 140 മണ്ഡലത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലം ഏതായിരിക്കും? 140 മണ്ഡലത്തിൽ ചേച്ചി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലം അത് തൃത്താലയാണ്. സോ ബിക്കോസ് അവിടെ എന്തുകൊണ്ട് ഇഷ്ടം എന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചർ, അവിടെ ചെണ്ട കൊട്ടൽ, ചെണ്ട കൊട്ടുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എസ്പെഷ്യലി നമ്മൾ ബാംഗ്ലൂരൊക്കെ, ഞാൻ കൊച്ചിയിലാണ് ചേച്ചി ജനിച്ച വളർന്നേ, പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നു. അപ്പോൾ ഒരു സിറ്റി കൾച്ചറിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടും പാടവും എനിക്കതിനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം യൂട്യൂബിലൊരു വീഡിയോ കാണുന്നു. അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമല്ല ഈ തൃത്താല എന്നുള്ളൊരു മണ്ഡലം. എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിലൊരു വീഡിയോ എന്ത് ബ്യൂട്ടിഫുൾ ആ തൃത്താല ചേച്ചി, ചെണ്ടകൊട്ടും കൾച്ചറും, അയ്യോ ഡാൻസും പാട്ടും സ്പോർട്സും ഒക്കെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ മണ്ഡലം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലം പാലക്കാട് തൃത്താലയാണ്. ഇപ്പം 140 മണ്ഡലവും BJP ഇത്തവണ പിടിച്ചെടുക്കും, നിയമസഭയിൽ പ്രതിപക്ഷമില്ലാതാക്കും എന്നാണ് ഇപ്പോൾ അമേലി പറയുന്നത്. പക്ഷേ അമേലി, എപ്പോഴും നമുക്കൊരു പ്രതിപക്ഷം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഭരണപക്ഷത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാർലമെന്റിൽ ഭൂരിപക്ഷം ഭയങ്കര കുറവാണ്. അതായത് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ പോലും BJP അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന NDA സർക്കാരിന്റെ ഇതിലാണ് കയറിപ്പോകുന്നത്. അതായത് എപ്പോഴും നമ്മൾ ഭരിക്കപ്പെടുന്നവർ ചോദ്യം ചെയ്യപ്പെടണം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഇങ്ങനെ മുട്ടിന് ചോദ്യം ചെയ്യപ്പെടണം എന്നല്ല, പക്ഷെ ചോദ്യങ്ങൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് തിരുത്തലുകൾ സാധിക്കത്തുള്ളൂ. ഇപ്പം ആദ്യമേ തന്നെ ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ 2 വർഷം കൊടുത്താലോ എനിക്കുള്ളൊരു അറിവല്ല എനിക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു. അത് നമ്മൾ തെറ്റല്ല, നമ്മൾ ചെയ്യുന്ന ഒരു ചിലപ്പോൾ അതൊരു ഫേവർ ആണെങ്കിൽ കൂടിയും അത് തിരുത്തപ്പെടണം, അല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്യപ്പെടണം. അതാണ് ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആ ബില്ലിന് പോലും തെരുവിലിറങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം പാതയിൽ ഒരു അക്രമ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ചേച്ചി, അതിൽ ആദ്യം പറയാൻ 140 മണ്ഡലങ്ങളിലും BJP വിജയിക്കുകയാണെങ്കിൽ അത് വിജയിപ്പിക്കുന്നത് ജനങ്ങളാണ്. അപ്പോൾ അത് ജനങ്ങളുടെ തീരുമാനമാണ്. ഈ ഇലക്ഷന് പ്രതിപക്ഷം എന്നത്
ഭരണപക്ഷം എന്നതും BJP-യിലുള്ള അംഗങ്ങൾക്ക് തന്നെ അത് പ്രതിപക്ഷം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 140 പേരുണ്ട്. ഈ 140 ഇപ്പോൾ BJP MLA-മാരുണ്ടെങ്കിലും അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അതിൽ ചോദ്യം ചെയ്യലുകളുണ്ടാവാം. അതിന് വേറൊരു പാർട്ടിയുടെ ഭാഗമാകണം എന്നൊന്നുമില്ല ഒരു വ്യക്തി എന്ന രീതിയിൽ. ഓക്കെ, കാരണം രാഷ്ട്രീയ നാടകം എന്ന രീതിയിൽ പല പാർട്ടികളുടെയും ഇതാവണം, പക്ഷെ ഒരു വ്യക്തി എന്ന രീതിയിൽ അതിൻ്റെ ആവശ്യമില്ല. അക്രമ രാഷ്ട്രീയം ചേച്ചി അതൊരു വലിയൊരു കാര്യമാണ്. എനിക്കെപ്പോഴും ചില പാർട്ടിയുടെ കൊടി കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് അത് ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചി. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് ചേച്ചി, എനിക്ക് പേടിയില്ല. ആൻഡ് ഐ എം എ ഗോ ഗെറ്റർ. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഐ വിൽ ഗെറ്റ് ഇറ്റ്. അതിൽ കാരണം എനിക്ക് ഞാൻ ചെയ്യുന്നതിൽ എൻ്റെ വിശ്വാസവും എൻ്റെ ശരികളും ഒത്തുപോവുകയാണെങ്കിൽ ദെൻ ഐ എം എ ഗോ ഗെറ്റർ. അല്ലാതെ എല്ലാ കാര്യത്തിലുള്ള എടുത്തുചാടിയുള്ള തീരുമാനമല്ല. സോ ഈ അക്രമ രാഷ്ട്രീയത്തിൽ എനിക്ക് ഒറ്റ കാര്യമാണ് പറയാൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അക്രമ രാഷ്ട്രീയത്തിൽ. ഈ ഒരു എലക്ഷൻ BJP-നെ സംബന്ധിച്ച് ഇതൊരു ആഘോഷമാണ് ഈ ഒരു എലക്ഷൻ. കാരണം നമുക്ക് ഒരുപാട് ടെൻഷൻ ഇല്ല പണ്ടത്തെ അത്ര. ഇത് എന്തായാലും പല മണ്ഡലങ്ങളിലും എനിക്ക് തോന്നുന്നു 1 ലക്ഷം കടക്കുന്ന ഭൂരിപക്ഷം ഉണ്ടാകും BJP-ക്ക്. സോ ആ ഒരു ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ദിസ് എലക്ഷൻ. ഒരു ഉത്സവം പോലെ കൊണ്ടാടുക പോവുകയാണ്. ഞാൻ തൃത്താലക്കാരോട് എനിക്ക് വളരെ വലിയ കാര്യം പറയാനുണ്ട്. ആൻഡ് പാലക്കാടുകാരോടും പ്ലീസ് സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. ബിക്കോസ് പല സെലിബ്രിറ്റീസും പല ആഘോഷങ്ങളും അടിപൊളിയാക്കി പ്രശ്ന എലക്ഷൻ. വി ഹാവ് ടൈം ടിൽ April 9. Try to capture maximum scenes, അല്ലെങ്കിൽ നല്ല കുറേ സീൻസൊക്കെ ക്യാപ്ചർ ചെയ്യുക, എഡിറ്റ് ഇറ്റ്, put it in YouTube, get the money. So and അപ്പം അങ്ങനെ നമുക്ക് തുടങ്ങാം. നമ്മൾ ഒരു പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരെന്നുള്ളൊരു ഇത് നമുക്ക് ഇന്ന് തന്നെ ഈ മൊമെൻറ്റിൽ തന്നെ ചേച്ചി നമുക്ക് തുടങ്ങാം. ആൻഡ് ഓൾസോ ഒരു ബിസിനസ് വൈസായിട്ട് എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. ആക്ച്വലി പാലക്കാട് പീപ്പിൾ എല്ലാവരും ഓരോ കുടുംബത്തിനും ഓരോ യൂട്യൂബ് ചാനൽ എന്തായാലും വേണം. അത് വലിയൊരു വരുമാന മാർഗ്ഗമായിരിക്കും. ഈ അക്രമ രാഷ്ട്രീയത്തിൽ ചേച്ചി എനിക്ക് പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ ഒരുപക്ഷെ എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് വെട്ടി പരിക്കേൽപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ ആദർശങ്ങളെ ഒരു പോറൽ പോലും വരുത്താൻ അത് കമ്മ്യൂണിസ്റ്റിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനോ സംസ്കാരത്തിനോ സാധിക്കില്ല. അതാണ് ഷുവർടാ. നമ്മളെങ്ങനെ അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അത് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് റീസെൻ്റ് ആയിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ അവിടെ LDF തോൽക്കുകയും തുടർന്ന് അവിടെ ഒരു ഭയങ്കരമായിട്ടും വടിവാള് കൊണ്ടൊക്കെ നടന്ന് ആളുകളെ ഇങ്ങനെ ഭയങ്കരമായിട്ടും പേടിപ്പിക്കുകയും പിന്നീട് ഈ പറയുന്ന മന്ത്രിമാരടക്കം ഇങ്ങനെ സംസാരിച്ചിരുന്നുണ്ട്, എന്താ കിറ്റ് കിട്ടിയിട്ട് കുത്തിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതായത് ജനങ്ങളെ വെറും ഒരു വില കുറച്ച് കാണുന്നത്. പക്ഷെ നമ്മൾക്കാണ് ഈ ഒരു പവർ ഉള്ളത്. ആ പവറാണ് ഈ പ്രാവശ്യം എല്ലാവരും ഉപയോഗിക്കാൻ പോകുന്നത്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ഒരു വോട്ടിംഗ് റേറ്റ് ഷുഡ് ബി എവർ ബെസ്റ്റ് ആയിരിക്കണം. കേരളത്തിൽ ഇന്നേ വരെയും ചെയ്തിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിലെ ഏറ്റവും ബെസ്റ്റ് വോട്ടിംഗ് ശതമാനമായിരിക്കും. ആൻഡ് ഒരുപക്ഷെ 100% ആൾക്കാരിൽ 99% കേരളീയ ജനത ഈ പ്രാവശ്യം BJP-ക്ക് വോട്ട് ചെയ്യും. 140-ൽ 140 മണ്ഡലങ്ങളും BJP-ക്ക് ഒപ്പമാവും. ആദ്യമായി പ്രതിപക്ഷമില്ലാത്ത പക്ഷെ കുറേ ഡൈവേഴ്സ് ആയിട്ടുള്ള ചേച്ചി പല മുസ്ലിമിൽ നിന്നാണെങ്കിലും ക്രിസ്ത്യൻസിൽ നിന്നാണെങ്കിലും എല്ലാ രീതിയിലും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കേരള 140 പേരുടെ ഒരു കേരള നിയമസഭയായിരിക്കും BJP-യുടെ നേതൃത്വം. ഓക്കെ, ഇത്രയും കോൺഫിഡൻറ്റോട് കൂടി പറയുന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം BJP ഒരു ടിക്കറ്റ് തന്നു, മത്സരിക്കാൻ നിന്നു, മത്സരിച്ചു, വിജയിച്ചു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ് വുമൺ MLA ആയി വരികയാണെങ്കിൽ ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ചേച്ചി ഓക്കെ, ഈ മത്സരിക്കുക എന്നൊരു ആദർശിൻ്റെ പുറത്തല്ല ഞാൻ വന്നത്. എനിക്ക് ഐ വോണ്ട് ടു ലേൺ സോ മെനി തിങ്സ്. ഒത്തിരി ഉണ്ട് BJP എന്ന് മനസ്സിലായി. ഒരു പാരമ്പര്യമാണ്, അതൊരു കൾച്ചറാണ്. ആ ഒരു കൊതിയിലാണ് ഞാൻ വന്നത്. ആക്ച്വലി പഠിക്കാമല്ലോ, എനിക്കിതൊക്കെ രസമാണ്, എനിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. അതിൻ്റെ അപ്പോൾ തന്നെ ശക്തമായ കുറേ നമ്മളെ സ്ട്രോങ് ആക്കുന്ന കുറേ സ്റ്റോറീസും കുറേ ആദർശങ്ങളും ഉണ്ട്. സോ ഇതിൽ വാട്ട് Kerala has to expect, അത് നിങ്ങൾ പറയില്ലേ, അത് ഒരു റിയൽ ഇക്വാലിറ്റി എന്ന് ആയിരിക്കും. ആ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ ആണോ പെണ്ണോ മാത്രമല്ല, അവിടെ ട്രാൻസും ഒരു ഇക്വാലിറ്റി ആയിരിക്കും. അത് സാമ്പത്തികപരമായും അവസരപരമായും സെറിബ്രൽ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ടും. കാരണം ഇപ്പോൾ റോബോട്ടിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഓപ്പർച്യൂണിറ്റി എത്ര ഉള്ളപ്പോൾ നമ്മുടെ സെറിബ്രൽ ഓപ്പർച്യൂണിറ്റിയൊക്കെ കൊടുത്തിട്ടുള്ള എല്ലാത്തിനുമുള്ള ഒരു അവസരത്തിൻ്റെ ഒരു ഇക്വാലിറ്റി. കാരണം ഐ നോ ദ പെയിൻ.
അവഗണനയുടെയും മാറ്റി നിർത്തലിൻ്റെയും അവസരം നഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ പെയിൻ ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് മറിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. ഇത്രയും കോൺഫിഡൻറ്റോട് കൂടി പറയുന്നു AI ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ AI ഇവിടെ കേരളത്തിലേക്ക് പറിച്ചു നടന്നുണ്ട്, അല്ലെങ്കിൽ AI കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ AI അല്ലെങ്കിൽ AI ഈ ഇലക്ഷനെ നിയന്ത്രിക്കുമോ? തീർച്ചയായിട്ടും AI നിയന്ത്രിക്കുന്നല്ല, വലിയൊരു ഭാഗമാകും AI. അത് പ്രചാരണത്തിലാണെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾക്ക് ഇപ്പോൾ BJP ഭാഗത്താണെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ വീഡിയോസും കാര്യങ്ങളും AI വീഡിയോസ്. ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ്. ഇതൊരു തുടക്കമാണ്. ഈ ഇലക്ഷനിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു ഇമേജ് വീഡിയോ ക്രിയേഷൻ തുടങ്ങി. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള നമുക്ക് AI വികസനം, അതായത് നമ്മൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു രീതിയിലൊരു വികസനം ഡെവലപ്മെൻറ്റ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ്. അധികാരം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നടത്താമെന്നുള്ളത്. സോ ഒരു വലിയൊരു AI യുഗമാണ് കേരളത്തിനെ കാത്തിരിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ സംസ്കാരം, സമുദ്രം, ജിയോഗ്രഫി എല്ലാം വിച്ച് ഇസ് ബെസ്റ്റ് ഫോർ ടെക്നോളജി. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ എനിക്കൊരാളെ AI പഠിച്ച അല്ലെങ്കിൽ AI ഇത്രയും അറിവുള്ള ഒരാളെ കിട്ടിയതുകൊണ്ട് അറിവില്ല, ഞാനിപ്പോഴും പഠിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ റീമേക്കുകൾ കാണാറുണ്ട്. AI ഉപയോഗിച്ച് അങ്ങനെ ഒരു റീമേക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇനി അഥവാ അങ്ങനെ ഒരു നിങ്ങൾക്ക് ചാൻസ് കിട്ടുവാണ്, അമേലിയയുടെ കമ്പനിക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ ഏത് പടമായിരിക്കും? ആക്ച്വലി ചേച്ചി AI ഇൻ മൂവീസ് എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ മൂവീസിൽ തന്നെ ഒരു മാർക്കറ്റ് ചേഞ്ച് നടക്കാൻ പോവുക. ഇത്രയും നാളും ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല വേൾഡിൽ തന്നെ ഒരു മൂവീസ് ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരുന്ന ആളുകളുടെ മാർക്കറ്റിൽ നിന്നൊരു പുതിയ ആൾക്കാർ, ഒരു AI ലീഡേഴ്സ് ആർ കമ്മിങ്. എസ്പെഷ്യലി മൂവീസിൻ്റെ കാര്യത്തിൽ AI പീപ്പിൾസ് ആർ കമ്മിങ്. ഒരു മൂവീസ് ഇൻട്രസ്റ്റ് ഉള്ള AIനെ അതിൽ ലയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരാൻ പോകുന്നതാണ്. അപ്പോൾ സിനിമയുടെ മാർക്കറ്റ് എപ്പോഴും അവരിൽ അധിഷ്ഠിതമായിരിക്കും, ഇനിയുള്ള മാർക്കറ്റ്. സോ AI വെച്ചിട്ട് നമുക്ക് മൂവീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഫോട്ടോഷൂട്ട്സ് ചെയ്യാൻ പറ്റും. ആക്ച്വലി സിനിമയിലുള്ള A to Z കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയുടെ ഒരു മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ AI മൂവി ക്രിയേഷനും ആർട്ട് ക്രിയേഷനിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സിനിമാസിൻ്റെ ഒരു റിലീസാണ് നമ്മുടെ കമ്പനി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ കമ്പനി ഈസ് ഗോയിങ് ടു ലോഞ്ച്. നമ്മൾ ഒരു വലിയൊരു ഷോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേൾഡിലെ തന്നെ ആദ്യത്തെ AI ട്രാൻസ് ഷോ, ട്രാൻസെൻഡ് എന്നാണ് ആ ഷോയുടെ പേര്. അതിനെക്കുറിച്ച് ആൻഡ് വി ആർ ഇൻ എ ഡിസ്കഷൻ വിത്ത് പല സ്പോൺസേഴ്സ് ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ഷോ. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ ഐ വിൽ കം വിത്ത് ദാറ്റ്. ഏത് സിനിമയായിരിക്കും AI വന്നാൽ? അല്ല, അത് AI ഒരു റിലീസ് ആണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചി കൊച്ചി രാജാവ്. ആൻഡ് ഐ എം സോ ഫ്രം കൊച്ചി. അതിൻ്റെ അപ്പുറത്തല്ല ഐ എം എ ഗ്രേറ്റ് ദിലീപ് ഫാൻ. സോ കൊച്ചി രാജാവ് ഒരുപക്ഷെ സെപ്റ്റംബറിൽ, ഓണം കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബറിൽ റിലീസ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു മലയാളം പടം? ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം പടം നന്ദനം. അല്ല, സിനിമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഭ്രാന്തമായിട്ട് സംസാരിക്കുന്നത്. കാരണം എനിക്ക് സിനിമ ഇഷ്ടമായിച്ചു. കാരണം എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ മോഡലിംഗ് ഇൻഡസ്ട്രിയിലുള്ളതാണ്. അപ്പോൾ എനിക്ക് സിനിമ എന്താണെന്നോ അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളിൽ, അതായത് ദർ ഇസ് എ ബാക്ക്ഗ്രൗണ്ട്, അല്ല ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ബാക്കിൽ ഉള്ള കുറേ സ്ട്രഗിൾസും എല്ലാം. ബിക്കോസ് ഞാനൊരു ഷോർട്ട് ഫിലിം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ ആ ലൊക്കേഷനിലോട്ടൊരു വീടാണ്, ആ വീടിൻ്റെ ചുറ്റും വെള്ളമാണ്, വെള്ളക്കെട്ട് പോലെ. ഈ വെള്ളക്കെട്ടിൽ നിന്നൊക്കെ തൊഴിഞ്ഞൊക്കെ നമ്മൾ. അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചു എനിക്കൊരു ജസ്റ്റ് ഒരു ഒറ്റ ഷോർട്ട് ഫിലിം ചെയ്താൽ മതി. അപ്പം എല്ലാ പ്രാവശ്യവും ഈ സിനിമ മാത്രം കരിയറായിട്ടുള്ള ആൾക്കാർ ഒത്തിരി വെയിലത്ത് പോകണം, ഒത്തിരി റിസ്ക് എടുക്കണം, ചാടണം, ഓടണം. സോ എപ്പോഴും എനിക്ക് സ്പോർട്സ് പീപ്പിളിനെ പോലെ തന്നെ എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ആളുകളാണ് സിനിമക്കാർ. അത് വെച്ച് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചു ചേച്ചി. കാരണം പല സിനിമക്കാരും BJP-ലോട്ടൊക്കെ വരുന്ന സമയത്ത് അവരെ ഇരുന്നും ആക്രമിക്കുന്നു. പക്ഷേ ഇനി ആ ഒരു ആക്രമണം, ബിക്കോസ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ സിനിമക്കാർക്ക് എന്ത് രാഷ്ട്രീയ ബോധമുണ്ട്? ഞാൻ പറയും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബോധമുള്ളത് സിനിമക്കാർക്ക് തന്നെയാണ്. അവരുടെ ഉള്ളിൽ നല്ല കഥകളുണ്ട്, അവരുടെ ഉള്ളിൽ സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവ് ഉണ്ട്. അവർ സ്ട്രഗിൾ ചെയ്ത് അത്രയൊന്നും പല ഇൻഡസ്ട്രിയിൽ ആരും സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത്രയേ ഉള്ളൂ.